ഇന്നത്തെ ക്രിക്കറ്റിനെ കുറിച്ച് അന്നമ്മയ്ക്ക് വലിയ പിടിയില്ല. പക്ഷെ 79 80s ഞങ്ങളെ പോലെയുള്ള പിള്ളേർക്ക് അന്ന് ഞങ്ങളുടെയൊക്കെ ഒരു ആരാധനാ പാത്രങ്ങൾ കുറച്ച് പേരുണ്ടായിരുന്നു. കപിൽ ദേവ്, ഗവാസ്കർ, വസീം അക്രം, ഇമ്രാൻഖാൻ, അങ്ങനെ കുറച്ച് പേര്. അതായത് രാജ്യത്തിന്റെ അതിർവരമ്പുകളൊക്കെ വിട്ടിട്ടുള്ള ആരാധനകളായിരുന്നു. അന്ന് നമ്മുടെ കയ്യിൽ ആകെയുള്ളത് മടൽ വെട്ടിയിട്ടുള്ള ക്രിക്കറ്റ് ബാറ്റും നമ്മുടെ റബ്ബർ പാലിന്റെ ഒട്ടുപാലില്ലേ അത് ഉരുട്ടിയ പന്തുമായിരുന്നു. അത് വെച്ച് ഞങ്ങളുടെ എല്ലാ നെൽപ്പാടങ്ങളും ആഘോഷ രാവുകളും പകലുകളും ആക്കിയിട്ടുണ്ട് ഞങ്ങളുടെ ചെറുപ്പം. അത് കഴിഞ്ഞ് ഒരു 90 കാലഘട്ടത്തിലാണല്ലോ സച്ചിൻ വന്നത്. അന്നും അതൊരു തരംഗമായിരുന്നു. പിന്നെ നമ്മൾ നമ്മളുടെ തിരക്കുകളിലേക്ക് പോയി. ഇന്നിപ്പോൾ ആ മത്സരങ്ങളൊക്കെ പോയി. എന്നാലും ക്രിക്കറ്റിന്റെ ആവേശം അന്നും ഇന്നും ഒരുപോലെയാണ്. കളിക്കാര് കളത്തിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മളുടെ നെഞ്ചിൽ ഇങ്ങനെ ഒരു തുടിപ്പാണ് അല്ലെ. അതുപോലെ ഒരു ക്രിക്കറ്റ് മാമാങ്കം ജനുവരി 16 മുതൽ 19 വരെയുള്ള തീയതികളിൽ കോഴിക്കോട് കിണാശ്ശേരി സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് നടത്താൻ പോയി. ഏകദേശം 264ഓളം കളിക്കാരും 124 ടീം ഓണേഴ്സും ഒക്കെ ഉണ്ട് കേട്ടോ. സത്യത്തില് മനസ്സൊക്കെ ഇപ്പോഴേ റെഡിയാണ് നിങ്ങളുടെ കൂടെ സപ്പോർട്ട് ചെയ്യാൻ, സ്നേഹിക്കാൻ, കൂടെ കൈയടിക്കാൻ. അപ്പൊ നിങ്ങൾ റെഡിയല്ലേ? ഞാൻ എപ്പോഴേ റെഡി. അപ്പോൾ ബൈ ബൈ, നിങ്ങളുടെ സ്വന്തം അന്നമ്മ.